കെ സുധാകരന്റെ നിലപാട് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കിയോ എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ ഉയർന്നു കഴിഞ്ഞു. ഒരു സീറ്റിനു വേണ്ടി എന്തിനാണ് ഈ രീതിയിൽ വാശി പിടിക്കുന്നതെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സ്ഥാനമാനങ്ങളില്ലാത്ത ഒരാൾ സീറ്റിനു വേണ്ടി വാശി പിടിക്കുന്നത് മനസ്സിലാക്കാം. എന്നാൽ കണ്ണൂരിനെ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്ന സുധാകരൻ ഒരു സീറ്റിനു വേണ്ടി കടുംപിടുത്തം പിടിക്കുന്നത് അനാവശ്യമാണെന്ന വാദമാണ് പലരും ഉയർത്തുന്നത്. ജയിച്ചാൽ അടുത്തത് മന്ത്രി കസേരയ്ക്ക് വേണ്ടി സുധാകരൻ വാശി പിടിക്കും. മന്ത്രിക്കുപ്പായം ലക്ഷ്യമിട്ടുകൊണ്ടാണ് സുധാകരൻ രംഗത്ത് വന്നിരിക്കുന്നതെന്ന സത്യം അംഗീകരിക്കാതെ തരമില്ലെന്ന് പറയേണ്ടി വരും. ഈ വിഷയത്തിൽ സുധാകരനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. നിലവിൽ രാഹുൽ കോൺഗ്രസിൽ ഇല്ല എങ്കിലും പാർട്ടിയുമായി അടുത്ത ബന്ധം ഇപ്പോഴും രാഹുലിനുണ്ട്. രാഹുലിൻ്റെ വാക്കുകൾക്ക് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഇന്നും സ്വീകാര്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് സുധാകരനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പിൽ സുധാകരൻ്റെ നിലപാടുകളെ നിശിതമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിക്കളയുന്നുണ്ട്. ഷുഹൈബും സജിത് ലാലും ലോനാപ്പിയും ബെന്നിയും ദാസനും വസന്തനും തൊട്ട് കണ്ണൂരിൽ മാത്രം എത്രയോ മനുഷ്യർ കോൺഗ്രസിൻ്റെ മൂവർണ്ണക്കൊടി പിടിച്ചതിൻ്റെ പേരിൽ രക്തം തേവി ജീവൻ വെടിഞ്ഞാണ് ഈ പ്രസ്ഥാനത്തിന് ജീവൻ നൽകിയത്. ഈ വാക്കുകളോടെയാണ് മാങ്കൂട്ടത്തിൽ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത്. കണ്ണൂരിലെ ആ രക്തസാക്ഷികളുടെ നേതാവാണ് പ്രിയപ്പെട്ട സുധാകരേട്ടൻ. ആ രക്തസാക്ഷികളുടെ മാത്രമല്ല, കേരളത്തിലെ ഉശിരുള്ള പ്രവർത്തകരുടെ ഊർജ്ജമാണ് നിങ്ങൾ. കണ്ണൂർ MLA എന്നല്ല, കേരള മുഖ്യമന്ത്രി എന്നതുപോലും കേവലം പദവികൾ മാത്രമാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിലൊക്കെ എത്രയോ വലുപ്പമുള്ള സ്ഥാനത്താണ് പ്രിയ KS നിങ്ങൾ ഇന്ന് ഇരിക്കുന്നത് എന്ന് സുധാകരനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പേരിന് പിന്നിലുള്ള അക്ഷരങ്ങളിലല്ലല്ലോ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പദവി. ഇതൊക്കെ എന്നെപ്പോലെ എളിയ ഒരു പ്രവർത്തകൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ KS നിങ്ങൾക്ക് മനസ്സിലാകാനെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. ജീവൻ വേണേൽ തന്നേക്കാം എന്ന് പ്രവർത്തകർ താങ്കൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത് ആലങ്കാരികമല്ലല്ലോ, അത് അർത്ഥവത്തായ കാര്യമാണെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു പദവിയുമില്ലാതെ ഒരു മൂവർണ്ണക്കൊടിയും പിടിച്ച് KS നിങ്ങൾ കാസർഗോഡ് നിന്ന് ഒറ്റയ്ക്ക് യാത്ര തിരിച്ചാൽ ആ യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ ഒരു ജനസാഗരമാകുമെന്നും നിങ്ങൾക്ക് പ്രാണൻ പകുത്തു നൽകിയ പ്രവർത്തകരെ നിങ്ങൾക്ക് അറിയില്ലേയെന്നും രാഹുൽ അടിവരയിട്ട് സുധാകരനോട് ചോദിക്കുന്നുണ്ട്. അതൊക്കെയും പക്ഷേ കോൺഗ്രസ്സുകാരനായ സുധാകരേട്ടനോടുള്ള സ്നേഹം മാത്രമാണ്. അങ്ങനെ ജീവന് തുല്യം അങ്ങയെ സ്നേഹിക്കുന്ന ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെ അങ്ങ് സങ്കടപ്പെടുത്തരുത്. അങ്ങേക്കെതിരെ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചാൽ തന്നെ ഈ വാർത്തകളിൽ കേൾക്കുന്നതൊക്കെ കള്ളമാണ് എന്ന് അങ്ങേക്ക് പറയേണ്ടി വരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കണ്ണൂരിൽ അങ്ങാണ് സ്ഥാനാർത്ഥിയെന്ന് നേതൃത്വം പ്രഖ്യാപിച്ചാൽ ആഹ്ലാദത്തോടെ ഞങ്ങളത് ഏറ്റെടുക്കും. അത് അല്ലെങ്കിൽ അങ്ങ് നയിക്കണം. കണ്ണൂരിനെ മാത്രമല്ല, കേരളത്തിലെ പ്രവർത്തകരെ അങ്ങ് കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ച് പ്രവർത്തകരെ ആവേശപ്പെടുത്തണം. ഈ ദുർഭരണം നമുക്ക് വലിച്ചെറിയണം. ബ്രണ്ണൻ കോളേജിൽ വെച്ച് ചവിട്ടി താഴെയിട്ടതുപോലെ താഴെ ഇടണമെന്നും K സുധാകരനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പദവികളല്ല, പ്രവർത്തകരുടെ മനസ്സിലെ സ്ഥാനമാണ് വലുത്. രക്തസാക്ഷികളുടെ നേതാവിന് രക്തസാക്ഷികളെ വേദനിപ്പിക്കാനാകില്ല എന്നും 2 വരി കൂടി ചേർത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. നേരത്തെ വിവാദത്തിൽപ്പെട്ട സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച നേതാവാണ് K സുധാകരൻ. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ സുധാകരൻ അന്ന് നൽകിയ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിലിന് കോൺഗ്രസ് അണികൾക്കിടയിൽ മികച്ച സ്വീകാര്യതയാണ് നൽകിയത്. അതേ K സുധാകരൻ ഇന്ന് പാർട്ടിയുമായി കലഹിച്ചതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തി K സുധാകരനോടായി ചിലത് പറയുന്നത്. എന്തായാലും കാര്യങ്ങൾക്ക് മികച്ച പരിസമാപ്തി ഉണ്ടാകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്.